അധികാരമോഹം അത് ലോകാരംഭം മുതൽക്കേ തന്നെയുള്ള ഒരു പ്രതിഭാസമാണ്. അധികാരവർഗം അഴിമതിയും അക്രമവും നടത്തി എക്കാലവും കൊടികുത്തി വാഴുന്നു. ഇതിൻ്റെ പ്രത്യാഘാതത്തിൽ ഒന്നും ഉരിയാടാൻ കഴിയാതെ പ്രതികരിക്കാനാവാതെ ജീവിച്ച ജനതകൾ പലതും കടന്നുപോയി. ഇന്നും എവിടെയൊക്കെയോ അധികാരമോഹം നിലനിൽക്കുന്നു എന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല. അധികാരബലത്തിൽ സത്യസന്ധനായി എന്തിനേറെ ജീവൻ പോലും ബലിയാക്കപ്പെട്ട ഒരു കൃഷിക്കാരൻ്റെയും കുടുംബത്തിൻ്റെയും കഥയാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ കഥ എടുത്തിരിക്കുന്നത് ബൈബിളിൽ 1 രാജാക്കന്മാർ 21-ാം അധ്യായത്തിൽ നിന്നുമാണ്. ഇസ്രായേലിനായ നാബോത്തിന്റെ ഇസ്രായേൽ ശമരിയ രാജാവായ ആഹാബിന്റെ അരമനയുടെ ഏതാണ്ട് സമീപത്ത് ആരെയും വശീകരിക്കുന്നതുമായ അതിമനോഹരമായ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. വരൂ, നമുക്ക് ആ മുന്തിരിത്തോപ്പിലേക്ക് ഒന്ന് പോകാം. നാബോത്തിന്റെ മുന്തിരിത്തോട്ടം. ജോലിക്ക് കുടിക്കാനുള്ള വെള്ളം ഞങ്ങൾ കൊണ്ടുപോകും. അപ്പ ജോലിക്കാർക്ക് കുടിക്കാനുള്ള വെള്ളം ഞങ്ങൾ കൊണ്ടുവരട്ടെ. മക്കളെ, നല്ല കാര്യം. നിങ്ങളുടെ അമ്മയോടും കൂടെ ഞാൻ പറയാം വെള്ളം കൊണ്ടുപോകാൻ നിങ്ങളെ സഹായിക്കാനായിട്ട്. അമ്മേ ഞങ്ങൾ വെള്ളം കൊണ്ടുവരട്ടെ. ശരി യജമാനെ, ഇന്ന് നല്ല വെയിലുമുണ്ടല്ലോ. ഞങ്ങളും കൂടെ വന്ന് സഹായിക്കാം. ശരി യജമാനെ, ഇന്ന് നല്ല വെയിലുമുണ്ടല്ലോ. വെള്ളം നിങ്ങൾ തന്നെ കൊണ്ടുപോയിക്കോളൂ, ഞങ്ങൾക്ക് വേറെ ചില ജോലികൾ ചെയ്യുവാനുണ്ട്. ശരി. നല്ല കാര്യം. കുഞ്ഞുങ്ങൾ വെള്ളം കൊണ്ടുപോട്ടെ, അവരത് എന്നും ചെയ്യുന്ന ജോലിയാണല്ലോ. റാഹേലേ, നീ ശ്രദ്ധിച്ചോ? ഈ പ്രാവശ്യവും നമ്മുടെ വിളവ് 100 പേര് കവിയുന്ന ലക്ഷണമാണ്. കണ്ടോ? അടുക്കളയിൽ നമ്മുടെ ജോലിക്കാർക്ക് വേണ്ടി ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുക്കുന്നതിൽ നീ ജോലിക്കാരോട് പറയണം രുചികരമായ ഭക്ഷണം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട്. അതെ യജമാനെ, അവരുടെയും നമ്മുടെയും കഠിനാധ്വാനവും ദൈവകൃപയും ആണല്ലോ നമ്മുടെ ഈ 100 മേനയുടെ വിളവെടുപ്പ്. അതാരാ? ആരൊക്കെയോ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ഓ, നമ്മുടെ സ്നേഹിതരൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നത്. അല്ലയോ നാബോത്തേ, എത്ര രസമായിരിക്കുന്നു നിന്റെ ഈ മുന്തിരിത്തോട്ടം കാണുവാൻ. വലിപ്പം കുറവാണെങ്കിലും നിങ്ങളുടെ ഈ തോട്ടം ഒരു അത്ഭുതം തന്നെയാണ്. ഈ മനോഹരമായ കാഴ്ച ആരിലാണ് കവിഭാവന സൃഷ്ടിക്കാത്തത്? നിറയെ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്ന ശാന്തമായ ആകാശം പോലെയാണ് നിന്റെ ഈ കൃഷിയിടം. എത്ര കരുത്തോടെയുള്ള മുന്തിരിച്ചെടികൾ, തെങ്ങി നിറഞ്ഞു നിൽക്കുന്ന മുന്തിരിക്കുലകൾ. ഒരു കൃഷിക്കാരന് സംതൃപ്തി ഉണ്ടാകുവാൻ ഇതിൽ പരം എന്തു വേണം? സത്യം പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാകുവാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലാണ് നിന്റെ ഈ മുന്തിരിത്തോട്ടം. ഇസ്രായേൽ താഴ്വാരങ്ങളിൽ മേയുന്ന ആട്ടിൻകൂട്ടങ്ങൾക്ക് കുടകൾ ചാർത്തിയതുപോലെയാണ് അഴകാർന്ന നിന്റെ ഈ മുന്തിരിത്തോട്ടം. മുന്തിരിച്ചെടികളും അതിൽ നിറയെ നിൽക്കുന്ന അതിമനോഹരമായ മുന്തിരിക്കുലകളും. ഈ കാഴ്ച തന്നെ എന്ത് മനോഹരം! ദൈവത്താൽ അനുഗ്രഹീതനാണ് നീയും നിന്റെ കുടുംബവും. ഞങ്ങൾ അതിൽ സന്തോഷിക്കുന്നു. വളരെ സന്തോഷം നിങ്ങൾ വന്നതിൽ. കരുണാമയനായ ദൈവത്തിന്റെ അനുഗ്രഹം മാത്രമാണ് ഈ കാണുന്നത്. നിങ്ങൾക്കറിയാമല്ലോ റാഹേലും കുഞ്ഞുങ്ങളും എത്രമാത്രം അതിനു വേണ്ടി ഓടുന്നു എന്നുള്ളത്. ഓരോ ചെടികളും റാഹേലിന്റെ സ്വന്തം മക്കളെ പോലെയാണ്. കിളിശല്യമായിരുന്നു ഈ പ്രാവശ്യം വളരെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ കാറ്റും പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും കിളിശല്യമായിരുന്നു വളരെ പ്രയാസം. അതിൽ കുഞ്ഞുങ്ങളുടെ പങ്ക് വളരെ വലുതായിരുന്നു. അവര് ആ കിളികളെ ഓടിക്കുന്നതും അതിനെ ശബ്ദമുണ്ടാക്കി കോലാഹലം ഉണ്ടാക്കി ഓടിക്കുന്നത് കാണാൻ എത്ര രസമായിരുന്നുവെന്നോ.
അതൊക്കെയാണ് ഞങ്ങളുടെ ഈ വിളവെടുപ്പിന്റെ രഹസ്യം. ദൈവകൃപ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാബോത്തെ. സ്നേഹിതരെ, കുടുംബം കൂടെ ഉണ്ടെങ്കിൽ അത് പകരുന്ന ശക്തി അപാരമാണ്. അതാണ് എൻ്റെ കരുത്ത്. ഈ അരുവിയിൽ നിന്ന് ഞങ്ങൾ എത്രയോ വെള്ളം കോരി. ഞങ്ങളിതിനെ ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ കൂടെ ആൾക്കാരുമുണ്ട്. പക്ഷേ ദൈവകൃപയില്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ലല്ലോ. ഇവിടെ തളർക്കുന്നതും പൂക്കുന്നതും ഫലം നിറയുന്നതും അവ ശേഖരിക്കുന്നതും ഞങ്ങളുടെ ഒരു സ്വപ്നമാണ്. പറഞ്ഞു സമയം പോയത് അറിഞ്ഞില്ല. വരൂ, ഞാൻ ഭക്ഷണം വിളമ്പട്ടെ. നല്ല വിശപ്പായി. കഴിഞ്ഞ വിളവെടുപ്പിന്റെ മുന്തിരിച്ചാറ് എടുക്കാൻ മറക്കണ്ട. അതില്ല, അത് കാണും തീർച്ചയായിട്ടും. കുതിരയുടെ കുളുമ്പടി കേൾക്കുന്നുണ്ടല്ലോ. അയ്യോ, രാജാവാണല്ലോ ഈ വരുന്നത്. രാജാവ് ഇവിടെ പോകും. എന്ത് പറ്റി? ഇവിടെ രാജാവനാണോ? പ്രണാമം പ്രഭു. അങ്ങ് ഇവിടേക്ക് വരാൻ എന്താണ് കാര്യം? ഓ, നീ ഇവിടെ വിളവെടുപ്പാണല്ലേ? ഈ മുന്തിരക്കുലകൾ കണ്ടിട്ട് നമ്മൾക്കാണെങ്കിൽ കൊതിയൂർന്നു പോകും. ഞാൻ എൻ്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ നാബോത്തെ, നിങ്ങളുടെ മനോഹരമായ മുന്തിരിത്തോട്ടം ഞാൻ നിത്യവും ആസ്വദിക്കാറുണ്ട്. നീ ഒരു നല്ല കൃഷിക്കാരനാണ്. നിനക്ക് ഞാൻ വിസ്തൃതമായൊരു മുന്തിരിത്തോട്ടം തരാം. പക്ഷേ എനിക്ക് നിന്റെ ഈ മുന്തിരിത്തോട്ടം എനിക്ക് തരണം. മുന്തിരിത്തോട്ടമോ? അത് അങ്ങേക്ക് തരാനോ? രാജൻ, അത് മാത്രം എന്നോട് ചോദിക്കരുത്. നിനക്ക് എന്ത് വില വേണം എങ്കിലും ഞാൻ തരാം. നീ പണമോ പൊന്നോ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ തരാം. ഇല്ല മഹാരാജാവേ, ഇല്ല. അത് മാത്രം ഞങ്ങളോട് ചോദിക്കരുത്. ഇത് ഞങ്ങളുടെ പിതാമഹന്മാരുടെ കാൽപാദങ്ങളും അവരുടെ വിയർപ്പും വീണ് നനഞ്ഞ ഭൂമിയാണിത്. ഇത് മാത്രം ഞങ്ങളോട് ചോദിക്കരുതേ രാജൻ, ചോദിക്കരുത്. ഇത് ഞാൻ തരില്ല, തരാൻ പറ്റുകയില്ല. ഒരു കേവലം കൃഷിക്കാരന്റെ അഹങ്കാരമോ ഇത്? ഈ രാജ്യം മൊത്തം എൻ്റെ അവകാശമാണ്. നീ എൻ്റെ അവകാശപ്പെട്ട സംഭവങ്ങൾ എനിക്ക് തന്നെ തരേണ്ടതാണ്. അറിയാം പ്രഭു, അതറിയാം. അവകാശവാദം ഉന്നയിക്കുകയല്ല, താണു വീണ് കേണപേക്ഷിക്കുകയാണ്. അങ്ങയുടെ ഈ ആഗ്രഹം അങ്ങ് മാറ്റിയാലും ഇതൊരു അപേക്ഷയാണ്, എൻ്റെ അപേക്ഷയാണ്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അപേക്ഷയാണിത്. എന്തായാലും എനിക്ക് തന്നേ പറ്റൂ. നീ എനിക്ക് തിരിച്ചു നീ നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് തരണം. ഞാൻ വേറെ എന്തും നിനക്ക് തരാം. റാഹേൽ, നമ്മൾ എന്ത് ചെയ്യും റാഹേൽ? ഇപ്പോൾ ഞാൻ പോകുന്നു, ഞാൻ തിരിച്ചു വരും. രാജൻ, അങ്ങ് ദീർഘായുസ്സായിരിക്കട്ടെ. തിരുമനസ്സിന് കോപമുണ്ടാകരുതേ. അങ്ങ് എന്തോ ഓർത്ത് വിഷമിക്കുന്നുണ്ടല്ലോ. ഭക്ഷണം പോലും വെടിഞ്ഞിരിക്കുന്നു. അങ്ങയെ അലട്ടുന്നത് എന്താണെന്ന് ഉണർത്തിച്ചാലും. നമ്മുടെ ഇസ്രായേലിനെ നാബോത്തിനോട് ഞാൻ അവൻ്റെ മുന്തിരിത്തോട്ടം എനിക്ക് തരാൻ പറഞ്ഞു. അവന് പണം എന്ത് വേണമെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അവൻ അത് നമുക്ക് തരുന്നില്ല. അതാണ് നമ്മുടെ ഈ വിഷമത്തിൻ്റെ പ്രശ്നം. അവിടുന്ന് ഇന്ന് ഇസ്രായേലിന്റെ രാജാവല്ലയോ? എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചാലും അങ്ങയുടെ മനസ്സ് തെളിയട്ടെ. നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ഞാൻ അങ്ങേക്ക് തന്നിരിക്കും. ഭൃത്യന്മാരെ വിളിക്കൂ. മഹാറാണി ദീർഘായുസ്സായിരിക്കട്ടെ. രാജാവ് അതീവ ദുഃഖിതനാണ്. രാജാവിന്റെ മുഖം മാറ്റുവാൻ ഞാൻ ഒരു തന്ത്രം പറഞ്ഞു തരാം. നിങ്ങൾ അത് ചെയ്യണം. നിങ്ങൾ നീചന്മാരായ 2 ആളുകളെ കണ്ടുപിടിച്ച് നാബോത്തിനെതിരായി കള്ളസാക്ഷ്യം പറയിക്കണം. അവൻ ദൈവത്തെയും രാജാവിനെയും ദുഷിച്ചു എന്ന് പറഞ്ഞ് കള്ളസാക്ഷ്യം പറയിക്കണം. പിന്നെ നിങ്ങൾ അവനെ പുറത്തു കൊണ്ടുപോയി ഈ കുറ്റം ചുമത്തി കല്ലെറിഞ്ഞു കൊല്ലണം. അങ്ങനെ ഇസബേൽ രാജ്ഞിയുടെ ആജ്ഞ അനുസരിച്ച് കള്ളസാക്ഷ്യം പറഞ്ഞ് അവർ നാബോത്തിനെ കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നുകളഞ്ഞു.
മഹാരാജൻ, നാബോത്തിന്റെ മുന്തിരിത്തോപ്പ് ഇപ്പോൾ അങ്ങേക്ക് സ്വന്തമായി. അതെങ്ങനെ സാധ്യമായി? അതൊന്നും അങ്ങ് അറിയേണ്ട ആവശ്യമില്ല. മുന്തിരിത്തോപ്പ് ഇനി അങ്ങേക്ക് സ്വന്തമാണ്. അങ്ങ് മുന്തിരിത്തോപ്പിൽ പോയി സന്തോഷിച്ച് ഉല്ലസിച്ചാലും. ശരി, ഇപ്പോൾ അങ്ങോട്ട് പോകുന്നതാണ്. കർത്താവിന്റെ അരുളപ്പാട് അനുസരിച്ച് എലീഷ പ്രവാചകൻ ആഹാബ് രാജാവിനെ സന്ദർശിക്കുന്നു. മഹാരാജാവേ, അവിടുന്ന് ഒന്ന് നിന്നാലും. എന്താണ് എന്നെ ഇങ്ങനെ തടസ്സം പിടിച്ചു നിർത്തിയിരിക്കുന്നത്? അല്ല മഹാരാജാവേ, അങ്ങ് നിന്നാലും. യഹോവയുടെ അരുളപ്പാടനുസരിച്ച് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വന്നത്. രാജാവേ, അങ്ങ് കുല ചെയ്യുകയും നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈക്കലാക്കുകയും ചെയ്തുവല്ലോ എന്ന് യഹോവ ചോദിക്കുന്നു. യഹോവയുടെ ശാപം അങ്ങയുടെ മേൽ വരും. നാബോത്തിന്റെ രക്തം അങ്ങയുടെ മേൽ വരും. നാബോത്തിന്റെ രക്തം നായ്ക്കൾ നക്കിയ സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നായ്ക്കൾ നക്കും എന്ന് യഹോവ കൽപ്പിക്കുന്നു. നിന്റെ പുരുഷപ്രതിയൊക്കെയും യഹോവ സംഹരിക്കും. ഇസബേലിനെ ഇസ്രായേലിന്റെ മതിലകത്ത് വെച്ച് നായ്ക്കൾ കടിച്ചു കീറും. പുരുഷപ്രതിയൊക്കെയും നശിപ്പിക്കും. എന്നാൽ യഹോവ അരുളി ചെയ്യുന്നത്, കർത്താവേ, നാബോത്തെ, ഇസ്രായേലിനെ ഇസ്രായേലിന്റെ മതിലകത്ത് വെച്ച് നായ്ക്കൾ തിന്നുകളയും. തന്നെയുമല്ല, നിന്റെ സന്തതിയിൽ പിറന്ന് പട്ടണത്തിൽ വെച്ച് മരിക്കുന്ന മക്കളെ നായ്ക്കൾ തിന്നുകളയും. വയലിൽ വെച്ച് മരിക്കുന്ന കുഞ്ഞുങ്ങളെ പക്ഷികൾ തിന്നുകളയും. ഇത് അങ്ങയോട് അറിയിപ്പാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആഹാബ് രാജാവ് ആ വാക്ക് കേട്ടപ്പോൾ വസ്ത്രം കീറി രട്ടെടുത്തുകൊണ്ട് ഉപവസിച്ച് യഹോവയോട് അപേക്ഷിച്ചു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ഏലിയാവിനുണ്ടായി. ആഹാബ് എൻ്റെ മുൻപാകെ തന്നെത്താൻ താഴ്ത്തിയത് കണ്ടുവോ? അവൻ്റെ ജീവകാലത്ത് അനർത്ഥം വരുത്താതെ അവൻ്റെ മകൻ്റെ കാലത്ത് അവൻ്റെ ഗൃഹത്തിന് അനർത്ഥം വരുത്തും എന്ന് കൽപ്പിച്ചു. അധികാരമോഹങ്ങളുടെ ക്രൂരതയ്ക്കെതിരെ ശബ്ദിക്കാൻ ഇതാ ഒരുവൻ വരുന്നു. അവൻ രാജാക്കന്മാരുടെ രാജാവാണ്, സർവശക്തനാണ്. ആ രാജാതി രാജാവിനെ എതിരേൽപ്പാനായിട്ട് നമുക്കും ഒരുങ്ങാം. അവന്റെ വരവ് ഏറ്റവും ആസന്നമായി നമ്മുടെ രക്ഷകന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നന്ദി. വന്നു ആ പൊന്മുഖം മുത്തുവാൻ വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പൽ പോൽ വാഞ്ചിക്കുന്നേ. വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പൽ പോൽ വാഞ്ചിക്കുന്നേ.